wolno to, rozumiesz? Nie wolno! Gabi! ഹലോ, അപ്പോൾ കുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നല്ല വെയിലും വെളിച്ചമൊക്കെ ഉണ്ട്. ഇന്ന് ജാക്കറ്റൊന്നും വേണ്ട. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം, കുടുംബത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നല്ല വെട്ടമൊക്കെ ഉണ്ട്, നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഒന്ന് നടക്കാനൊക്കെ പോയി. രാവിലെ നടക്കാൻ പോയപ്പം കണ്ട ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഞാനൊന്ന് എൻ്റെ ക്യാമറയിൽ പകർത്തി. എന്ത് ഭംഗിയാണെന്നറിയാമോ ഇപ്പം കാണാനായിട്ട്. അവിടെ ഞാൻ നടന്നു പോയ വഴിക്ക് ഒരു പാർക്കാണ്, കാഷാട്ടൻ പോണ്ടെന്ന് പറയുന്ന പോൺസ്. ആ ഒരു പാർക്കിൽ പോയപ്പോഴേക്കും അവിടുത്തെ ആ പോണ്ടിൽ നല്ല അരയന്നങ്ങൾ, നല്ല വെള്ള അരയന്നങ്ങളെ നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷെ ഭയങ്കര വെയിൽ കാരണം അങ്ങോട്ട് ഭയങ്കര വെയിലായിരുന്നു. അപ്പം ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ ഈ ചെറിയ ഒരു വെയിൽ പോലും താങ്ങാൻ പറ്റില്ല. ഈ തണുപ്പിനകത്തുനിന്ന് വെയിൽ ഒക്കെ വരുമ്പോഴേക്കും അവർക്കൊന്നും അത് താങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് ഭയങ്കര ഒരു ഇതാണ്. ആളുകളെല്ലാം പാർക്കിലൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. എല്ലാം ജാക്കറ്റും ഒന്നും ഇടാതെ അവരുടെ തനതായ ഡ്രസ്സുകളിലും ഒക്കെ. പിന്നെ നമുക്ക് അങ്ങനെയൊന്നും ഫോട്ടോ എടുക്കാനൊക്കത്തില്ലല്ലോ, അങ്ങനെയൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കഴിവതും എല്ലാവരെയും ഒക്കെ ഒഴിവാക്കി ഞാൻ എടുത്തത്. പക്ഷേ പോണ്ടിലെ നല്ല കാഴ്ചകളൊക്കെ അങ്ങനെയൊക്കെ ഞാൻ എടുത്ത്. അപ്പോൾ എന്താ പറയുക, പിന്നെ ഇന്നെനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, ഞാനൊരു പാട്ടൊക്കെ പാടിയില്ലേ, ചുവരേന്ദ്ര നീലങ്ങളാണെങ്കിലും കൊഞ്ചിക്കരയില്ലേ, ആ പാട്ടൊക്കെ പാടിയ ഒരു വീഡിയോ ഇല്ലായിരുന്നോ? ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടുന്നൊക്കെ ഉണ്ട് വീഡിയോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുവേ,
എത്ര 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 കൂടുന്നുണ്ട് എന്നിങ്ങനെ വ്യൂസൊക്കെ കൂടുന്നത് നോക്കി 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 ഇരിക്കും. അപ്പം ഭയങ്കര ഒരു സന്തോഷം. ആം, ആം, പിന്നെ എന്താ നമ്മൾ ഈ കൊച്ചു കൊച്ചു വീഡിയോ ഒക്കെ എടുക്കുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ പിന്നെ എന്താ അപ്പോൾ എന്തായാലും ഇനിയും അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വീഡിയോ എടുക്കണം, ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരുമല്ലേ. അല്ലാതെ നമ്മുടെ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല, ഇനി എന്തിനാ വീഡിയോ ഇടുന്നത്, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് എന്നും വീഡിയോ എടുക്കണം ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എന്നും എടുക്കാനുള്ള സാഹചര്യം ഇല്ല. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇടാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാൽ പോരല്ലോ. അപ്പം നല്ല കണ്ടൻറ്റ് വേണം. എന്താ നല്ല പ്രസൻറ്റേഷന്, നല്ല ഇതൊക്കെ കാര്യങ്ങളൊക്കെ വേണ്ടേ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ആളുകൾക്ക് കാണാനായിട്ടൊരു ഇത് വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിനി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ അന്നിട്ട വീഡിയോ എന്താണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ലല്ലോ. ആ വീഡിയോ എന്തോ ഒരു കറിയായിരുന്നല്ലേ. ഞാൻ തിങ്ക് ചെയ്യുവാണേ. അങ്ങോട്ട് ഓർമ്മയിലേക്ക് അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അതെന്ത് വീഡിയോ ആയിരുന്നെന്ന്. എന്തായാലും ആ വീഡിയോ, ആ പാട്ടൊക്കെയുള്ള വീഡിയോ, അതിന് ഒത്തിരി പേര് കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി എല്ലാം നല്ല വീഡിയോ ആണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പാടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ. നമുക്ക് പാടാനൊന്നും അറിയത്തില്ല, എന്നാലും ചില പാട്ടുകൾ ഭയങ്കര മനസ്സിലിങ്ങനെ തറയ്ക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ ആ പാട്ടുകളൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ മൂളിക്കൊണ്ടൊക്കെ നടക്കും. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനിങ്ങനെ മൂളും. പിന്നെന്താ, പിന്നെ വേറെ എന്താണ്, ഒത്തിരി പേര് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ, അതെന്നെ വീഡിയോ ആയിരുന്നെന്ന് ഞാനിപ്പോഴും വന്നിട്ട് ഓർക്കുന്നില്ല. ഓർമ്മയില്ലെന്നേ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഞാൻ ഇന്നിടുന്നത് അതിലും അടിപൊളി ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് എല്ലാവരും കയറി കാണണം. കാഴ്ചകളൊക്കെ, ലണ്ടനിലെ കാഴ്ചകളൊക്കെ ഇവിടെ വന്ന് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കാണിക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അത്രയ്ക്ക് നല്ല രസമുള്ള കാഴ്ചകളൊക്കെയാണ്. പിന്നെ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരും കാണുമല്ലോ അല്ലേ. ഈ കാഴ്ചകളൊക്കെ കാണാനും പച്ചപ്പും ചെടികളും മരങ്ങളും പൂണ്ടുകളും അതുപോലെയുള്ള ഓരോ കാഴ്ചകളൊക്കെ. അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് കയറി കാണുക, അത്രയൊക്കെ. പിന്നെ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങൾ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ കണ്ടൻറ്റും എൻ്റെ പ്രസൻറ്റേഷനും എൻ്റെ ഇതൊക്കെ നല്ല വീഡിയോ ഒക്കെ ഞാൻ ഇട്ടാൽ തീർച്ചയായിട്ടും എനിക്ക് വ്യൂസൊക്കെ കിട്ടും. അപ്പം ഞാൻ അങ്ങനെ ആരെയും നിർബന്ധിക്കുന്നില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കയറി കാണണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതുകൊണ്ട് ഞാൻ വീണ്ടും അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പം എല്ലാവരും വീഡിയോ കയറി കാണണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പം വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. എല്ലാവരും പോരും കേട്ടോ, എല്ലാവരും പോരും. കാണിക്കും ഞാൻ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഓരോന്നൊക്കെ എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്നെല്ലാം നേരത്തെ ഞാൻ എടുത്ത് വെച്ച് കണ്ട
ഓ അതെല്ലാം ദേ അങ്ങോട്ട് പോകുന്നു. പറഞ്ഞ അനുസരണ ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാമേ. ഇത് കുറച്ച് ഗ്രാമ്പൂ, ഒരു 2-3 ഗ്രാമ്പൂ ഉണ്ട്, കറുവപ്പട്ടയുണ്ട്, 2-3 ഏലക്കയുണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട്. പിന്നെ കറിവേപ്പിലയെല്ലാം കരിഞ്ഞു പോയി കേട്ടോ. കറിവേപ്പിലയുണ്ട്, പിന്നെ കുറച്ച് പച്ചമുളക്, ഇച്ചിരി പച്ചമുളക് 5-6 ഇരുന്നോട്ടെ, കൂടുതൽ ഇച്ചിരി പച്ചമുളക് വേണം. പച്ചമുളക് മാത്രമാണ് ഇതിൻ്റെ എരിവ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലേ ഉള്ളൂ. പിന്നെ മറ്റേ സാധനം പറഞ്ഞില്ലല്ലോ, അതേണ്ട ഇഞ്ചിയുണ്ട്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങാപ്പാൽ എല്ലാം വെച്ചിട്ടുണ്ട്. 2 പീസ് ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്. ഈ നാട്ടിലുണ്ടല്ലോ, ഈ നാട്ടിലെല്ലാവർക്കും എല്ല് കടിക്കാനായിട്ട് ആർക്കും ഇഷ്ടമില്ല, ആർക്കും മെനക്കെടാൻ കഴിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇതുപോലത്തെ ബ്രസ്റ്റൊക്കെ മേടിച്ചാണ് കഴിക്കുന്നത്. ചിക്കനൊക്കെ എല്ലോടു കൂടിയൊന്നും ആർക്കും ഇഷ്ടമില്ല, ബോൺലെസ് ആണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമ്മുടെ നാട്ടുകാരൊക്കെ നമുക്ക് ഇച്ചിരി എല്ലോടു കൂടിയൊക്കെ കഴിച്ചൊക്കെ നമുക്ക് ഇഷ്ടമല്ലേ. അപ്പോൾ ഇന്നാളെ ഞാൻ മേടിച്ചതിൻ്റെ ബാക്കി ഇനി ഇരുന്നങ്ങ് ഇതായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നതെടുത്തങ്ങ് ഒരു മപ്പാസ് വെക്കാമെന്ന് വിചാരിച്ച്. ചിക്കൻ മപ്പാസ് അറിയില്ലേ? ചിക്കൻ മപ്പാസ് പണ്ടൊക്കെ ഉണ്ടല്ലോ, ഈ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിലയുടെയാണോ എന്താണോ എനിക്കറിയില്ല. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ വല്ല കല്യാണത്തിൻ്റെ ഒക്കെ വിരുന്നോ നിശ്ചയമോ അങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ പണ്ടൊക്കെ ഈ ചിക്കനൊക്കെ മേടിക്കുന്നത്. ചിക്കൻ മേടിച്ച് മപ്പാസും അപ്പവും ചിക്കൻ മപ്പാസും അതിനകത്ത് കുറേ ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ട്. അന്നത്തെ കാലത്തൊന്നും ഇങ്ങനെയൊക്കെ ഒന്നും ഭയങ്കര ഇന്നിപ്പം ചിക്കൻ ഇല്ലാത്ത ദിവസങ്ങളില്ല. എല്ലാ വീടുകളിലും എല്ലാ ദിവസവും ചിക്കനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റുണ്ട് അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയുള്ള ആൾക്കാർ ബോൺലെസ് ചിക്കനൊക്കെ മേടിക്കത്തുള്ളൂ. ആർക്കും മെനക്കെടാൻ കഴിയില്ല, ആരൊന്നും എല്ലിട്ടൊന്നും കടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പം ഇങ്ങനത്തെ ഒക്കെയാണ് കൂടുതലും. അപ്പം കണ്ടോ 2 പീസുണ്ട്. നമുക്ക് ചെറിയൊരു മപ്പാസ് വെക്കാം, വെറുതെ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അപ്പം ഞാൻ ഓക്കെ, സവാള ഒരു സവാള മതി, പിന്നെ ഒരു ശകലം ബാക്കി അതും, പിന്നെ ഇഞ്ചിയുണ്ട്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം എണ്ണ ഒഴിക്കാം ചട്ടിയിലേക്ക് അല്ലേ. അത് നമുക്ക് എന്നിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു സ്പൂൺ എടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പാനൊക്കെ ഞാൻ അടുപ്പ് വെച്ച് തീയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇന്ന് ഇച്ചിരി ചൂടാണെങ്കിലും എണ്ണയൊന്നും ഉരുകിയിട്ടൊന്നുമില്ലത്. വെളിച്ചെണ്ണയൊക്കെ അതേപോലെ കട്ടയായിട്ടിരിക്കുക. നല്ല രസമാണ് ഇന്ന് റോഡിൽ കൂടെ ഒക്കെ ഇറങ്ങി നടക്കാൻ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ എണ്ണയൊന്ന് മെൽറ്റ് ആവട്ടെ. ഇഞ്ചി. അപ്പം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മഴയൊക്കെ ഉണ്ടോ? പിന്നെ എല്ലാവരും ജയു പറഞ്ഞായിരുന്നു, ജയുവിൻ്റെ ചേട്ടനെ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു എന്നൊക്കെ. താങ്ക്സ് കേട്ടോ എല്ലാവർക്കും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്, ഒത്തിരി സ്നേഹം, ഒത്തിരി ഇഷ്ടം. എല്ലാവരും എൻ്റെ വീഡിയോ കയറി കാണണം. എല്ലാവരും കയറി കാണുന്നൊക്കെ ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമൻ്റ് ഇടുന്നുണ്ട്, എല്ലാം ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ
ഓക്കെ, എണ്ണ ചൂടായി. നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ തുറന്നിട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പോകാം. എൻ്റെ അമ്മ തീയും കുറച്ച് വെച്ചേക്കാം. എന്തിനാ വെറുതെ അല്ലേ? അപ്പോൾ ഞാൻ ആ പച്ചമുളക് ഒന്ന് കീറി ഇതേ ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇടുവാണേ. ഡോറ് അടച്ചിട്ടേക്കട്ടെ. ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക എല്ലാം കൂടി ഇട്ട് കൊടുക്കും. തീയും കുറച്ച് വെക്കട്ടെ. സോറി, ഞാനൊരു കാര്യം മറന്നുപോയി. ഈ പച്ചമുളകൊന്ന് കീറാൻ മറന്നുപോയി. നടുവേ ഒന്ന് പൊളന്ന് ഇട്ട് കൊടുത്താൽ മതി. ദൈവമേ, എന്നെ കൊല്ലുവോ? പേടിച്ചു. എൻ്റെ നെക്കിലോട്ടൊക്കെ തെറിച്ച് വീണം ഈ എണ്ണയാണോ കടുകോ എന്തോ എനിക്ക് വയ്യ. പിന്നെ അദ്ദേഹം നമുക്ക് ഇഞ്ചി അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ലാസ്റ്റ് ഇടാം. അപ്പം ഞാൻ പെട്ടെന്ന് സവോളയൊക്കെ നരിയട്ടെ. അതും കൂടെ അരിഞ്ഞ് വെക്കണമെന്ന് ഓർക്കാം, പക്ഷെ സമയം കിട്ടിയില്ല. അതിന് എന്നാ നേരം വേണം ഒരു സവോള അരിയാനല്ലേ? സവോള അരിഞ്ഞു. ഓക്കെ, അപ്പോൾ സവോള അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇട്ടൊന്ന് കണ്ടല്ലോ. ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാണിക്കാം ഇതെല്ലാം കൂടെ. ഈ പൊക്കമുള്ള പാനായത് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ കാണിക്കാം. നമുക്കിതിനെ ഇളക്കാം. വേറെ എന്തെങ്കിലും ഇടാനുണ്ടോ? മറന്നു പോയോ? അപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. തുടക്കട്ടെ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാമേ. അപ്പോൾ ഈ സവോള ഉണ്ടല്ലോ, ഒത്തിരി വഴുന്നൊന്നും പോകണ്ട. ഒത്തിരി എന്താ ബ്രൗൺ ആകുമൊന്നും വേണ്ട. ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പം ഞാൻ നിങ്ങളെ ഇത്രയും സംഭവം ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പം എല്ലാവരും ജയു ചേട്ടനോട് പറഞ്ഞ് ചേട്ടനെ എൻ്റെ വീഡിയോ കാണിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ എല്ലാവരുടെയും ബന്ധക്കാരെയും സ്വന്തക്കാരെയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും മക്കൾ എല്ലാവരെയും കാണിക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ സവോള വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് വേകട്ടെ. ആ ഉള്ളി ഇച്ചിരൂടെ ഒന്ന് വെന്തോട്ടെ. ഇച്ചിരൂടെ ഒന്ന് വെന്തോട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ട, ഇതുപോലുള്ള ചിക്കൻ്റെ പീസൊക്കെ ആണെങ്കിലുണ്ടല്ലോ എളുപ്പമാണ്. മറ്റേ ഇപ്പോൾ എല്ലാം കടകളിലൊക്കെ വെട്ടിയെല്ലാം കിട്ടും അല്ലേ? ഇവിടെ ഇങ്ങനെ ബ്രസ്റ്റ് വേണമെങ്കിൽ ബ്രസ്റ്റായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ വിങ്സ് ഉണ്ട്,
ഇങ്ങനെ പല പല ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കിട്ടും. അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറെ കടകളിൽ നമ്മൾ ചെന്ന് ചോദിച്ചാൽ അവർ കട്ട് ചെയ്ത് തരും. ഞാൻ അങ്ങനത്തെ ചിക്കനൊന്നും മേടിക്കാറില്ല. ഞാനങ്ങനെ ചിക്കനെ മേടിക്കാറില്ല. പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു. 2 പീസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഞാൻ കൈയൊന്ന് കഴിയട്ടെ. അപ്പം നമ്മുടെ സവോള ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ചിക്കൻ കഴുകിയെടുക്കണം. അല്ല, അതിനു മുമ്പ് ഇച്ചിരി പരിപാടികളുണ്ടല്ലോ. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. വലിയ കളർ, വലിയ മഞ്ഞ കളറൊന്നും വേണ്ട, എന്നാലും ഒന്ന് പേരിന്. ഇതാണെങ്കിൽ ഭയങ്കര കളറുള്ള മഞ്ഞൾപ്പൊടിയാണ്. ആ സവോളയുടെ തുള്ളി അതിനകത്തേക്ക് പോയി. എന്താണ് തൊണ്ടയൊക്കെ ഒരു കിച്ച് കിച്ച്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഒരു ശകലം ഗരം മസാല ഇട്ട്, പിന്നെ ഇച്ചിരി മുളക് പൊടി. ഈ മുളക് പൊടിയുടെ കളറും ഇതൊന്നും വേണ്ട, ഒരുമാതിരി വെള്ളയല്ല മഞ്ഞയല്ലാത്ത ഒരു കളറിലിരിക്കണം കേട്ടോ. ഒരു ശകലം മുളക് പൊടി ഒരു പേരിന്. പിന്നെ മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ വേണേ. എനിക്ക് അളവൊന്നും ഇല്ല കേട്ടോ. അളവ് സ്പൂണിനകത്തെടുത്ത് അളന്ന് പിടിച്ചു അതൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഞാൻ എല്ലാം ഒരു ഏകദേശം ഒരു കൈക്കണക്ക് അത്രയേ ഉള്ളൂ. പിന്നെ വേറെ എന്തായിരുന്നു, ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. നമുക്കിത് റെഡിയായി കഴിയുമ്പോൾ ചിക്കൻ കഴുകിയെടുക്കാം. ചുമയൊക്കെ പിടിച്ചെന്നാണ് തോന്നുന്നത് ഈ കാലാവസ്ഥ മാറുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് എന്തുവാ, ഞാൻ ഉപ്പൊക്കെ കുറച്ചിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതെ, ഇനി ഞാൻ കുറച്ച് നേർപ്പിച്ച തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി തിക്കല്ലാത്ത കുറച്ച് എന്താ ആ പാലും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ആ പാലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ആ പാലൊക്കെ ഒഴിച്ചിട്ട് അത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടേ. കഴുകി നല്ല ഉപ്പൊക്കെ ഇട്ട് കഴുകി. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെയാണ്. എനിക്ക് എൻ്റെ അമ്മ എനിക്ക് ചുമ പിടിച്ചെന്നാണ് തോന്നുന്നത്. എനിക്ക് ഈ ചിക്കനൊക്കെ ഉപ്പൊക്കെ ഇട്ട് കഴുകണം. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഒരു പിന്നെ അപ്പോൾ അതെ ഞാൻ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി
ഇനി ഇതിനകത്തോട്ട് ഇടുവാണേ. എന്നിട്ട് അവിടെ കിടന്ന് കുറച്ച് നേരം ഒരു 20 മിനിറ്റ് പോലും വേണ്ട ഇത് വേവാനായിട്ട്. ഇവിടുത്തെ ചിക്കനൊക്കെ വേവും കുറവാണ്. ചിക്കനാണേലും ബീഫാണേലും എന്ത് മീറ്റാണേലും നല്ല സാധനം കിട്ടുകയും ചെയ്യും, നല്ല വേവും കുറവാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് വെന്ത് കിട്ടണം. ഒരു 10-20 മിനിറ്റ് ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ അതൊന്ന് തിളച്ച് വറ്റി വരും. നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. ഓക്കേ 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 ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് വേണം, ഇത് വേണം, ഇത് വേണം. ഇതാണ് നല്ലത്. അപ്പോൾ അടച്ചു വെച്ചു. ഇപ്പോഴേക്കും ഞാൻ കെറ്റിൽ ഞാനൊന്ന് ഓണാക്കിയിട്ടുണ്ട് ഒരു ചായ എടുക്കാനായിട്ട്. ഒരു ചായ എടുത്ത് കുടിക്കട്ടെ. എപ്പോഴും ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കണമെന്ന് അതെൻ്റെ ഒരു ഹാബിറ്റായി മാറി. ഇപ്പം നാട്ടിൽ ചെന്നാലും ഇതുപോലെ എപ്പോഴും ചായ കുടിക്കണം. വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞാൻ എഴുന്നേറ്റ് നടക്കും നാട്ടിൽ ചെല്ലുമ്പോൾ. എന്നിട്ട് ചായ ആദ്യം കടും കാപ്പി വയ്ക്കും. നാട്ടിലൊരു ശീലമല്ലേ, എപ്പോഴും കട്ടൻ കാപ്പി ആദ്യം കുടിക്കും അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ വയ്ക്കും. കൊതിയാവും നാട്ടിലെ കാര്യമൊക്കെ ഓർത്തിട്ട് നാട്ടിൽ പോകാൻ തോന്നുന്നു. പോകണം, നാട്ടിൽ ഞാൻ പോകും. ഒക്ടോബറിൽ ഞാൻ നാട്ടിൽ പോകും. ഓഗസ്റ്റിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം വേറെ ചില സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റില്ല ഓഗസ്റ്റിൽ. അപ്പം ഒക്ടോബറിലേക്ക് ഞാൻ മാറ്റി. ഇൻഷാ അല്ലാഹ് ഞാൻ ഒക്ടോബറിൽ പോകും. അപ്പോൾ ഒക്ടോബറിൽ എനിക്ക് പോകാൻ പറ്റണമെന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് എല്ലാവരെയും കാണണം. നമുക്ക് ഒക്ടോബറിൽ ഞാൻ വരുമ്പം കേട്ടോ. ജയ, അജിത, മറ്റേ ജീന, പിന്നെ വേറെ ആരാണ്, ജോമ, പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കുറേ കേമലത, അവരൊക്കെ എവിടെയാണോ എനിക്കറിയില്ല. അവരൊക്കെ നാട്ടിലെവിടെയാണ്. അപ്പോൾ ഈ ജയയും അജിതയും ഉറപ്പായിട്ടും എൻ്റെ വീടിൻ്റെ അടുത്താണ്. അവരുടെ രണ്ടുപേരുടെയും വീടിൻ്റെ നടുവശത്തായിട്ടാണ് എൻ്റെ വീട്. അപ്പം അതെനിക്ക് കാണാൻ, ചിലപ്പോൾ അവരെ കാണാൻ പറ്റുമായിരിക്കും. പിന്നെ മറ്റേ ഏതാ ശ്രീദുർഗയല്ലോ, എന്തോ ശ്രീദേവി, അവരെയൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. കാണാൻ പറ്റട്ടെ, നാക്ക് ഉളുക്കുന്നത്, കാണാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു, അല്ല പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു കോള് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ മോടെ ബർത്ത്ഡേയാണ്. രാവിലെ എനിക്ക് വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ഇപ്പം എന്നെ അവർ തിരിച്ചു വിളിക്കുക. ഞാൻ എന്നിട്ട് ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവരെ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ അയ്യോ, അപ്പം ഇവരെയൊക്കെ നമുക്ക് കാണണം കേട്ടോ. ജനിയൊക്കെ കുറേ കൂടെ അടുത്താ. പിന്നെ എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് കാണാം കേട്ടോ, കാണണം. അപ്പോൾ പിന്നെ വേറെ ആരെ
ആരാണ്ടൊക്കെ എല്ലാവരും മറന്നുപോയി കേട്ടോ. പേരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കത്തില്ല. ഞാനിപ്പോൾ അധികമൊന്നും ആയില്ലല്ലോ നിങ്ങളുമായിട്ടുള്ള കൂട്ടൊക്കെ തുടങ്ങിയിട്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്നും പേര് പെട്ടെന്ന് ഓർക്കത്തില്ല. എന്നാലും വീഡിയോ ഒക്കെ കാണുന്നവരുടെ പേരൊക്കെ മിക്കവാറും ഒക്കെ കമൻ്റ് ഇടുന്നവരുടെയൊക്കെ പേരൊക്കെ അറിയാം. അപ്പം ആരുടെയും പേരൊക്കെ പറയാത്തുണ്ടെങ്കിൽ ആ പരിസരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് കാണാം കേട്ടോ. വരണം. കോട്ടയം അങ്ങനെയൊക്കെയുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ എല്ലാവരും കൂടെ നമുക്ക് പ്ലാൻ ചെയ്യണം. നമ്മുടെ ജയനെ ഏർപ്പെടുത്തിയാൽ മതി ആ കാര്യം. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒന്ന് കാണാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒപ്പിക്കണം. എന്തായാലും ഒക്ടോബറിൽ, അതിന് മുമ്പ് അങ്ങനെ വെച്ച് കളയരുത് കേട്ടോ ജയ. ഞാനും കൂടെ വന്നിട്ട് ഒക്ടോബറിലേക്ക് മീറ്റപ്പ് വെക്കാനുള്ള. അപ്പോൾ എനിക്ക് എല്ലാവരെയും കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ കിടന്ന് എന്തിനോ വേണ്ടി തിളച്ചുകൊണ്ടിരിക്കുക. കഴിക്കാൻ വേണ്ടിയില്ല അല്ലേ? അപ്പോൾ കാണാമേ. അതെ, നിങ്ങളെൻ്റെ മൂക്കുത്തി കണ്ടോ? കണ്ട ഡയമണ്ട്. പിന്നെ ഞാൻ കുറച്ച് ദിവസം അത് ഊരി വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ദൈവമേ, 2 ദിവസമായി ഞാനതൊന്ന് ഇടാൻ വേണ്ടിയിട്ട് പണിപ്പെട്ട്. ഇന്നാൾ വേറെ ഒരു മൂക്കുത്തി ആയിരുന്നപ്പോൾ അത് ഞാനിതുപോലെ MRI എടുക്കാൻ പോയപ്പോൾ അത് ഊരി വെച്ചിട്ട് പിന്നെ അതെനിക്ക് ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്നിരുന്ന് അതൊരു കുഞ്ഞതായിരുന്നു കല്ല് വെച്ചത്. എന്നിട്ട് അത് എനിക്ക് ഇങ്ങനെ ഇടാൻ പറ്റാതെ ഞാൻ ഇവിടെ വെച്ചിരുന്ന് പിന്നെ നാട്ടിൽ പോയപ്പോൾ അത് നാട്ടിൽ കൊണ്ടുപോയിട്ട് അപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരുമാതിരി നീളമുള്ള ഇങ്ങനത്തെ മൂക്കുത്തി വേണം. അപ്പം ഒരു 2 വർഷത്തിന് മുന്നേ പോയപ്പോൾ അന്നേരം മോളെനിക്ക് മേടിച്ച് തന്നു അതിൻ്റെ ഈ മൂക്കുത്തി. എന്നിട്ട് അത് ഈ മൂക്കങ്ങ് അടഞ്ഞു പോയിട്ടില്ല, പക്ഷേ ഇത് ഇങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അത് ഈ മൂക്ക് കുത്തുന്ന തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോയി അത് നമ്മൾ കുത്തി എന്നിട്ട് ഇത് ഞാനിപ്പം ഈ MRIക്ക് പോയപ്പോൾ ഞാനിവിടെ ഊരി വെച്ചിട്ട് തിരിച്ചു വന്ന് ഒരു 3-4 ദിവസം വ്യാഴാഴ്ച വെള്ളിയാഴ്ച കണ്ടില്ലായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ ഊരി വെച്ചിട്ട് പിന്നെ ഇത് ഇടാൻ നോക്കിയിട്ടൊന്നും ഇടാൻ വയ്യ. ഇന്നലെ രാത്രി മുഴുവൻ നോക്കി. എന്നിട്ട് ഇതിനകത്തോട്ട് ഇത് കയറുന്നില്ല, അതിൻ്റെ ആണി. അത് കഴിഞ്ഞിട്ട് ദൈവമേ എന്നാ ചെയ്യുന്നു, ഇതൊന്ന് കയറിയില്ലെങ്കിൽ ഇന്ന് രാത്രി ഇത് കയറ്റിയിട്ടേ കിടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ നോക്കിയിട്ടൊന്നും പറ്റിയില്ല. പിന്നെ എന്തു പറയാനാ, പിന്നെ അവിടെ വെച്ച് ഇത് മൂക്കി നൂരിയില്ല, ഇതിൻ്റെ ആണി ഇട്ടില്ല, പിരിയിട്ടില്ല. എന്നിട്ട് ഇത് മൂക്കി നൂരാതെ അല്ല പിന്നെ ഇത് നാളെ പണിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങി. രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് കണ്ണാടി എടുത്ത് വെച്ച് കണ്ണാടിയുടെ മുന്നിൽ പോയിരുന്ന് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പിരി അതിനകത്ത് കയറ്റി കുറേ നേരം ഒരു 1/2 മണിക്കൂർ പണിപ്പെട്ട പിന്നെയാണ് അതൊന്ന് കയറ്റിയത്. അങ്ങനെ അതുപോലെ തന്നെ അതേ മേക്കാതും ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ നാട്ടിൽ ഊരി വെച്ചിട്ട് പോകുന്നതാണ്. അത് അടഞ്ഞിട്ടില്ല. ഞാനിവിടെ ചിലപ്പോൾ ഇങ്ങനെ മറ്റേ ഇവിടുന്ന് ഇങ്ങനെ കമ്മലുണ്ടല്ലോ സ്വർണ്ണം അല്ലാത്ത അത്രയൊക്കെ മേടിച്ച് ചിലപ്പോൾ ഇട്ടുകൊണ്ട് നടക്കും. അത് അടഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ മൂക്കുത്തി ഇഷ്ടമായോ? ഇത് കണ്ടോ? എനിക്കിനി ഇങ്ങനത്തെ റിങ് എനിക്കിഷ്ടമാണ്. മൂക്കിനകത്ത് റിങ് ഇടത്തില്ലേ, അതെനിക്കിഷ്ടം. ഇനി അത് മേടിക്കണം. അപ്പോൾ നമ്മുടെ മപ്പാസ് റെഡിയാകാനായി കേട്ടോ. ഒരു ശകലം കൂടെ പറ്റിക്കോട്ടെ. ഇപ്പോൾ വെന്തിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അതൊരു ശകലം കൂടെ ഒന്ന് പറ്റിയിട്ട് നമുക്ക് മറ്റേ പാൽ ഒഴിക്കണം. ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടണം. അപ്പം പരിപാടി ഓക്കെ. അയ്യോ, ഉപ്പ് നോക്കിയില്ല. എന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ ഉപ്പ് നോക്കുന്ന കാര്യം?
അപ്പോൾ ഇതേ ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടി ഇടണം. ഓക്കെ, കുരുമുളക് പൊടി ഇട്ടു. എന്നിട്ട് നമ്മുടെ കറിവേപ്പിലയില്ലേ, ഇത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ മപ്പാസ് റെഡി. അപ്പം ഞാൻ ഒന്നുകൂടെ ഉപ്പ് നോക്കട്ടെ. ആർക്കെങ്കിലും വേണോ ഉപ്പ് നോക്കാൻ? ഉപ്പ് നോക്കാൻ വേണോ? എന്നാ കുരുമുളകിൻ്റെയും ഒക്കെ അങ്ങോട്ട് ആ ഫ്ലേവർ. ഓഹ് എൻ്റെ അമ്മോ, എൻ്റെ സാറേ, എന്നെ മണവാ. ഞാൻ ഒന്നുകൂടെ ഉപ്പ് നോക്കൂ. ആർക്കെങ്കിലും വേണോ ഉപ്പ് നോക്കാൻ? ഉപ്പ് നോക്കാൻ ആരെങ്കിലും വരുന്നോ? ഒരു സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പം ഓക്കെ, അപ്പോൾ കണ്ടോ കറി? കാണിക്കാമേ. അത് ഈ വീഡിയോയിൽ കണ്ടിട്ട് ഈ കറിയേ ഒരു ചുമപ്പ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണേ. ഒരു നല്ലൊരു കളറാണ്. അപ്പം പിന്നെ മഞ്ഞ കളറും അല്ല, എന്നാൽ ചുമപ്പും അല്ല, അതിന് രണ്ടിനും മധ്യമുള്ളൊരു കളറാണേ. പക്ഷേ വീഡിയോയിൽ ഈ ലൈറ്റിൻ്റെയും ഒക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നുന്നത്. കണ്ടോ? അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ വിവരം അറിയിക്കണം. ഓക്കെ, എങ്ങനെ അറിയിക്കണം? കമൻറ്റിലൂടെ. അപ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് ഇത് ചപ്പാത്തിക്കോ ചോറിന് വേണമെങ്കിൽ ചോറിനാവാം, അപ്പം, ചപ്പാത്തി, ഇടിയപ്പം, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു മപ്പാസാണിത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനി വരാം. ഓക്കെ, താങ്ക് യു.